ബുഫേ ആയില്ലല്ലോ അല്ലേ? 5 മിനിറ്റ്സ്. ഓക്കെ. ജിനോ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മറക്കരുത്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അവിടെ അവർ ബുഫയുടെ ഫുഡ് അവർ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അവരൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കാരണത്താൽ ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആഹാരം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച്, പിന്നെ ചോറ് പിന്നെ എടുക്കാം. പിന്നൊരു ഇത് സാമ്പാറാണ്, ഇത് വെജിറ്റബിൾ കറിയാണ്, കുറച്ചെടുക്കാം. വെണ്ടയ്ക്ക കറിയാണ്. ഇത് വെജിറ്റബിൾ ഡ്രൈ ആണ്. അത് ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ട് പിന്നെ ചപ്പാത്തി കൂടെ കഴിക്കട്ടെ. ഇത് കോളിഫ്ലവർ ആണ്. ഒരു ബ്രെഡ് കൂടെ കഴിച്ചേക്കാം. ഇപ്പോൾ ആദ്യമേ ഒരു സാൻഡ്വിച്ച് എടുത്തതിൻ്റെ കാര്യം, ചോറുണ്ണുന്നതിന് മുമ്പ് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ചിൽ നിന്നങ്ങ് തുടങ്ങാമെന്നുള്ള ഇതിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ചപ്പാത്തിയാണ് എടുത്തത്. അത് ഇച്ചിരി എനിക്കൊരു ഇച്ചിരി കട്ടിയായിട്ട് തോന്നി. അപ്പം സാൻഡ്വിച്ചിൽ നിന്ന് തുടങ്ങാമെന്ന് ചോദിച്ചു. വെജിറ്റബിൾ സാൻഡ്വിച്ച്, അതും വെണ്ടയ്ക്ക കറി, കോളിഫ്ലവറിൻ്റെ കറിയൊക്കെ ഉണ്ട്. അപ്പം ആദ്യം അത് കഴിച്ചതിന് ശേഷം പിന്നെ ചോറ് എടുക്കാമെന്നുള്ള ഇതിലാണ്. അപ്പം നമ്മൾ ചോറും സാമ്പാറൂടെ കൂട്ടി കഴിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഇതെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ പച്ചക്കറി ആയത് കാരണത്താൽ ആണ് സാമ്പാർ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം മീനെ അങ്ങനെയുള്ള വേണ്ടവർക്കൊക്കെ അത് എടുക്കാം. ഞാനിപ്പോൾ പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം സാമ്പാർ കൂട്ടി കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇതൊന്നും കണ്ടില്ല. അപ്പം ഇതൊന്ന് കഴിച്ച് തീരട്ടെ കേട്ടോ. അതിന് ശേഷം പിന്നെ എടുക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം കഴിക്കുകയാണ്. പായസം, സേമിയ പായസം. ഇനി അത് കഴിക്കട്ടെ. സേമിയ പായസം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സേമിയ പായസം. നമ്മൾ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സേമിയ പായസം എടുത്തത്. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും സഹകരിക്കുക, തുടർന്നും എൻ്റെ വീഡിയോകളെല്ലാം കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ.